ഹലോ, മെസഞ്ചർ സ്റ്റേജിലേക്ക് സ്വാഗതം. പുരുഷലിംഗത്തിന്റെ അഗ്രചർമ്മം ഭേദിക്കാനും ലിംഗാരാധന ചെയ്യാനും പണ്ട് മഹായോഗികൾ പറഞ്ഞതിന്റെ യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ പ്രാചീന ചികിത്സാ രീതികളുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കണം. വേദകാലത്തിന് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്നതാണ് ശരീരത്തിലെ മർമ്മങ്ങൾ അഥവാ നാഡികളുടെ സംഗമസ്ഥാനം. നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ച ചക്രകൾ ഇത്തരം പ്രധാന മർമ്മങ്ങളെ ആധാരമാക്കിയാണ് സ്ഥിതി ചെയ്യുന്നത്. സർജറി അഥവാ ശസ്ത്രക്രിയയുടെ പിതാവായ സുശ്രുത മഹർഷിയുടെ സംഹിതയിൽ 107 മർമ്മങ്ങളെക്കുറിച്ച് വിശദമായ വിവരണം കാണാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ മഹാഋഷികൾ അക്യുപഞ്ചർ ചികിത്സാ രീതി കണ്ടുപിടിച്ചു. അതിൽ ഓരോ ആന്തരിക അവയവത്തെയും ഉത്തേജിപ്പിക്കുന്ന നാഡീവ്യൂഹത്തെപ്പറ്റി വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില അവയവങ്ങളുടെ മർമ്മങ്ങൾ നോക്കാം. ഇങ്ങനെയാണ് പ്ലീഹയുടെ അക്യുപഞ്ചർ പോയിന്റുകൾ ഉണ്ടാവുക. ഇത് ഹൃദയാവരണം അഥവാ പെരിക്കാർഡിയത്തിന്റെ ചില അക്യുപഞ്ചർ പോയിന്റുകളാണ്. ശരീരത്തിലെ ചില പ്രത്യേക മർമ്മങ്ങളിൽ നേർത്ത സൂചികൾ ഉപയോഗിച്ച് ഉത്തേജനം നൽകുന്ന ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. ഇതുമൂലം ആ മർമ്മഭാഗത്തേക്കും അതുമായി ബന്ധപ്പെട്ട അവയവത്തിലേക്കും രക്തപ്രവാഹം കൂടുകയും രോഗങ്ങൾ ഭേദമാവുകയും ചെയ്യുന്നു. ഇതേ മർമ്മങ്ങളിൽ വിരലുകൾ കൊണ്ടോ വൈബ്രേഷൻ അഥവാ കമ്പന ശക്തി കൂടുതലുള്ള വസ്തുക്കൾ കൊണ്ടോ സമ്മർദ്ദം ചെലുത്തി രക്തപ്രവാഹം പുനഃസ്ഥാപിക്കുന്നതിനെ അക്യുപ്രഷർ എന്ന് പറയുന്നു. ആദ്യ അധ്യായത്തിൽ ആത്മാവ് എന്ന ജീവശക്തിയാണ് നമ്മുടെ ശരീരത്തെ സജീവമാക്കി നിർത്തുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ആ ജീവശക്തിയെ ചൈനക്കാർ ചി എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിന് പുറത്തുള്ള പ്രഭാവലയത്തിലെ ഊർജം സഞ്ചരിക്കുന്ന പാതയെ അക്യുപഞ്ചറിൽ മെറിഡിയൻസ് എന്ന് വിളിക്കുന്നു. രക്തവാഹിനികൾ ശരീരത്തിന് ഉള്ളിലൂടെ ഒരു പാമ്പിനെ പോലെയാണ് വളഞ്ഞു സഞ്ചരിക്കുന്നത്. പാമ്പുകൾ എന്ന വാക്ക് ഉപയോഗിച്ചതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഓക്സിജൻ കലർന്ന രക്തം ഹൃദയത്തിൽ നിന്നും കൊണ്ടുപോകുന്ന വാഹിനിയെ ആർട്ടറി എന്നാണ് ആധുനിക ശാസ്ത്രം വിളിക്കുന്നത്. അതുപോലെ ഓക്സിജൻ കുറഞ്ഞ രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രക്തവാഹിനിയാണ് വെയിൻ. ഈ വെയിൻ അഥവാ ഇടനാഡി എന്നതിനെയാണ് ആൺ സർപ്പമായ അനന്തൻ എന്ന് പ്രാചീന ഋഷികൾ വിളിച്ചത്. ആർട്ടറി അഥവാ പിംഗള നാഡിയെ പെൺസർപ്പമായ വാസുകി എന്നും വിളിച്ചു. ഈ 2 ആൺ പെൺ നാഡികൾ സുഷുമ്നയിലൂടെ പോകുന്നതാണ് കാഡ്യൂസിയസ് എന്ന വൈദ്യശാസ്ത്രത്തിന്റെ പ്രതീകം. ഈ അർദ്ധനാരീശ്വര ഭാവത്തിന്റെ രഹസ്യം പിന്നീട് പറയാം. മെറിഡിയൻ എന്നത് ശരീരത്തിന് നെടുകയും കുറുകയും പോകുന്ന ഊർജ പഥമാണ്. ഇത് ഭൂമിയുടെ അക്ഷാംശത്തെയും രേഖാംശത്തെയും പോലെ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഭൂമിയുടെ ഈ സാങ്കല്പിക കാന്തിക വലയവും ഒരു മനുഷ്യനിർമ്മിത കാന്തത്തിന്റെ ഊർജപാതയും മെറിഡിയനും എല്ലാം കാഴ്ചയിൽ ഒരുപോലെയാണ്. സർ ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അപ്പോ ഇതൊക്കെ ഒരു സങ്കല്പമാണല്ലേ എന്ന് ആധുനിക ബുദ്ധിമാന്മാർ പരിഹസിക്കുമായിരുന്നു. DNA മൂലകങ്ങളാണ് പഞ്ചഭൂതങ്ങൾ എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അക്യുപഞ്ചർ പ്രകാരം 12 പ്രധാന ആന്തരിക അവയവങ്ങൾ ഉണ്ട്. അവയെ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 വിഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ചൈനക്കാർ പഞ്ചഭൂതങ്ങളെ വിളിക്കുന്നത് മറ്റു പേരുകളിലാണ്. എങ്കിലും മനസ്സിലാക്കാൻ എളുപ്പത്തിനു വേണ്ടി നമ്മളിവിടെ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്ലീഹ, ആമാശയം എന്നീ 2 അവയവങ്ങളെ ഭൂമിയുടെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നു. അതുപോലെ വൃക്ക, മൂത്രാശയം എന്നിവ ജലത്തിന്റെ ഗണത്തിലാണ്. ശ്വാസകോശം, വൻകുടൽ എന്നിവ വായുവിന്റെ ഗണത്തിൽ പെടുന്നു. അഗ്നിയുടെ ഗണത്തിൽ ഹൃദയം, ഹൃദയാവരണം, ചെറുകുടൽ, ട്രിപ്പിൾ വാർമർ എന്നീ അവയവങ്ങളാണ്. അണ്ഡവും ബീജവും ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങൾ പുരുഷനിലും സ്ത്രീയിലും വ്യത്യസ്തമായതുകൊണ്ട് 2നെയും ചേർത്തായിരിക്കണം ട്രിപ്പിൾ വാർമർ എന്ന് ഋഷികൾ പറഞ്ഞത്. ആകാശത്തിന്റെ ഗണത്തിൽപ്പെടുന്ന അവയവങ്ങളാണ് കരളും പിത്താശയവും. ഈ അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രക്തക്കുഴലുകൾ ശരീരത്തിലൂടെ സഞ്ചരിച്ച് കയ്യിലെയും കാലിലെയും വിരലുകളിൽ എത്തുന്നുണ്ട്. ഈ വിരലുകൾ പഞ്ചേന്ദ്രിയവുമായും പഞ്ചഭൂതങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യം നമുക്ക് കൈവിരലുകൾ നോക്കാം. ചെറുവിരലിന്റെ പഞ്ചഭൂതം ഭൂമിയും പഞ്ചേന്ദ്രിയം നാക്കുമാണ്. മോതിരവിരലിന്റെ ഭൂതം ജലവും ഇന്ദ്രിയം ചെവിയുമാണ്. നടുവിരലിന്റെ ഭൂതം വായുവും ഇന്ദ്രിയം മൂക്കുമാണ്.
ചൂണ്ടുവിരലിന്റെ ഭൂതം അഗ്നിയും പഞ്ചേന്ദ്രിയം കണ്ണുമാണ്. തള്ളവിരലിൻ്റെതാവട്ടെ ഭൂതം ആകാശവും ഇന്ദ്രിയം ചർമ്മവുമാണ്. കാൽവിരലിലെ പഞ്ചഭൂത സാന്നിധ്യം നേരെ തിരിച്ചാണ്. അതായത് കാലിലെ പെരുവിരലിന്റെ പഞ്ചഭൂതമാണ് ഭൂമി. അതുപോലെ കാലിലെ പെരുവിരലിന് തൊട്ടുള്ള നീളത്തിലുള്ള വിരലിന്റെ ഭൂതം ജലവും, നടുവിരലിൽ വായു, രണ്ടാമത്തെ വിരലിൽ അഗ്നി, ചെറുവിരലിൽ ആകാശം എന്നിങ്ങനെയാണ് സാന്നിധ്യം. ഈ വ്യത്യാസമാണ് ചൈനീസിൽ യിൻ യാങ് എന്ന സ്ത്രീ പുരുഷ പ്രതീകങ്ങളെ തലതിരിച്ച് കാണിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ സംഗമം ഏറ്റവും വ്യക്തമായി പ്രതിഫലിക്കുന്ന ഒരു അവയവമാണ് ജനനേന്ദ്രിയം. ഉടലിന്റെ താഴെ മൂലത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ഭാഗം അഴുക്ക് നിറഞ്ഞ് ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിറത്തിലായിരിക്കും കാണപ്പെടുക. അതുകൊണ്ടാണ് കറുപ്പ് നിറത്തിൽ ലിംഗം ഉണ്ടാക്കി വെച്ചത്. അതുപോലെ ലിംഗത്തിന് അടിയിൽ കാണിച്ചിട്ടുള്ള പാമ്പ് കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജനനേന്ദ്രിയം മാലിന്യമുക്തമായാൽ ഭൗതികവും ആത്മീയവുമായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ലിംഗാരാധനയും യോനി പൂജയുമെല്ലാം ചെയ്യാൻ മഹായോഗികൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അതിന്റെ മറ്റൊരു പതിപ്പാണ് അഗ്രചർമ്മം ഭേദിക്കൽ. ഭേദിക്കൽ എന്ന വാക്കിനെ ഛേദിക്കൽ എന്നാക്കിയത് ആത്മീയതയിൽ വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്ത വ്യാഖ്യാതാവ് ആയിരിക്കും എന്നതിന് ഉറപ്പാണ്. എന്നുവെച്ചാൽ കല്ലിലോ ലോഹത്തിലോ ഉണ്ടാക്കിയ ലിംഗരൂപത്തെയോ ആൾദൈവങ്ങളുടെ ലിംഗത്തെയോ ആരാധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നർത്ഥം. അതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന യൂണിവേഴ്സൽ ഇന്റലിജൻസിന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രം തെറ്റുപറ്റിപ്പോയി എന്ന മട്ടിൽ അവൻ തന്ന അവയവത്തെ ഛേദിക്കുന്നത് കൊണ്ടും പ്രയോജനമില്ല. സ്വന്തം ജനനേന്ദ്രിയത്തിൽ ശ്രദ്ധ ചെലുത്തി തുടർച്ചയായി പ്രാണായാമം ചെയ്യുകയാണ് വേണ്ടത്. വേറെയും ചില എളുപ്പമാർഗങ്ങളുണ്ട്. എന്തൊക്കെയായാലും അക്യൂപഞ്ചർ പോലെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിക്ക് കാലക്രമേണ പ്രചാരം കുറഞ്ഞു. അതിന്റെ കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കാരണം, പുരാതന കാലഘട്ടത്തിലെ ഋഷിമാർ രോഗിയുടെ ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തുകയോ സൂചികൾ തിരുകുകയോ മാത്രമല്ല ചെയ്തത്. അവർ രോഗിയെ സുഖപ്പെടുത്താൻ ആത്മീയ ഊർജം കൂടെ കടത്തിവിടും. നിർഭാഗ്യവശാൽ ഇന്ന് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യൻ ചികിത്സ നടത്തുന്നത്. രണ്ടാമത്തെ കാരണം, രക്തക്കുഴലിലോ ഊർജ ശരീരത്തിലോ ഉള്ള തടസ്സം ഒരിക്കൽ നീക്കം ചെയ്താലും തുടർച്ചയായ പാപപ്രവൃത്തികൾ മൂലമോ മോശം ജീവിത ശൈലി മൂലമോ അത് തിരികെ വരും. അതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരം ആഭരണ ചികിത്സ അഥവാ ഓർണമെന്റ് തെറാപ്പി എന്ന അധ്യായത്തിൽ പറയാം. തൽക്കാലത്തേക്ക് വിടാം. वीडियोस बनाने हैं फिल्मोरा है ना।